പലതരം വിപ്ലവങ്ങൾ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുണ്ട്. അതിലെ വിശുദ്ധവും പ്രാധാന്യവും അറിയിക്കുന്ന ഒന്ന് തന്നെയായിരിക്കണം ഫ്രാൻസിസ്കൻ വിപ്ലവം. ഈ ഫ്രാൻസിസ്കൻ വിപ്ലവത്തിന് പറയാൻ ഒരുപാടുണ്ട്. മഞ്ഞിലും മഴയിലും പുഴയിലും പൂമ്പാറ്റിയിലും ദൈവത്തിൻ്റെ സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ കരസ്പർശം ദർശിച്ചവനാ ഫ്രാൻസിസ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഫ്രാൻസിസിനെ അപ്രത്യക്ഷമായി കണ്ടുമുട്ടിയ പല മഹാവ്യാധികളും ക്രിസ്തുവിൽ നിന്ന് ഫ്രാൻസിസിനെ ഒരു നിമിഷം പിന്തിരിപ്പിച്ചുവെങ്കിലും എല്ലാ സുരക്ഷാ കവചങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹമാവുന്ന ആ ഒരു കരവലയത്തിലേക്ക് ഫ്രാൻസിസ് എടുത്തു ചാടുമ്പോൾ ലോകം അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം അണുവിട തെറ്റാതെ ജീവിച്ച അവനെ കണ്ട് ലോകം പിന്നീട് വിളിക്കുന്നുണ്ട് സെക്കൻഡ് ക്രൈസ്റ്റ്, രണ്ടാം ക്രിസ്തു എന്ന്. സ്വന്തം അപ്പൻ്റെ മുൻപിലേക്ക് ഉടുതുണി ഊരിക്കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇനി മുതൽ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് മെത്രാനച്ഛൻ്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോഴും ഇവരെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ലോകം പറഞ്ഞപ്പോഴും ക്രിസ്തു അവന് എല്ലാം ആവുകയും ക്രിസ്തു അവന് തൻ്റെ സ്നേഹം വാരിക്കോരിക്കൊടുത്ത് ക്രിസ്തു അവനെ എല്ലാമായി മാറുന്നുണ്ട്. ഒന്നിനു പകരം 100 തിരിച്ചു കൊടുത്ത ക്രിസ്തു ഫ്രാൻസിസിലൂടെ അനേകം ആത്മാക്കളെ നേടുമ്പോൾ ഈ ഫ്രാൻസിസ്കൻ വിപ്ലവം ലോകത്തിൽ ഇന്നും തിരയടിക്കുമ്പോൾ ഫ്രാൻസിസിലൂടെ ക്രിസ്തു നേടുന്നത് ലക്ഷക്കണക്കിന് ആത്മാക്കളെയാണ്. സോദരി മരണമേ എന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് മരണത്തെ വരെ സോദരിയായി കണ്ട ഫ്രാൻസിസിന് മരണം സോദരി മാത്രമായിരുന്നില്ല, നിത്യജീവനിലേക്കുള്ള ഒരു പാലം കൂടിയായിരുന്നു എന്ന് വേണം പറയാൻ. ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കുവാൻ അവൻ തിരഞ്ഞെടുത്ത ഒരു പാലമായിരുന്നു സോദരി മരണം. മരണത്തെ വരെ സോദരിയായി കണ്ട് സ്വാഗതം ചെയ്യുന്ന ഫ്രാൻസിസ് എനിക്കും നിങ്ങൾക്കും മുമ്പിൽ മഹത്തായൊരു മാതൃക തന്നെയായിരിക്കും.